ആളും ബഹളവും കൂടിയപ്പോഴും സെബാസ്റ്റ്യൻ ഇടറിയില്ല. വീട് അരിച്ചുപിറക്കിയും കാട് വെട്ടിത്തെളിച്ചും കുളം കലക്കിയുമൊക്കെയുള്ള തിരച്ചിലുകൾക്കിടയിലും അയാൾ ഒന്നും പ്രതികരിച്ചില്ല. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ സെബാസ്റ്റ്യൻ ഒന്നുകൂടി ആ വീടിന്റെ പടി ചവിട്ടിക്കയറി. മൂന്നേക്കറോളം വരുന്ന ഭൂമിയിൽ നിഗൂഢത തളം കെട്ടിക്കിടക്കുന്നു. മണ്ണിനടിയിലും ചതുപ്പിലും കുളത്തിലുമൊക്കെയായി 4 സ്ത്രീകളെ മറവ് ചെയ്തിരിക്കാം എന്നാണ് പോലീസിന്റെ സംശയം. ചോദ്യങ്ങൾക്ക് മുന്നിൽ സഹകരിക്കാതെ ഇയാൾ മൗനമായി നിൽക്കുന്നു. 3 സ്ത്രീകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ മൗനം തുടരുകയാണ്. സെബാസ്റ്റ്യൻ അസാധാരണമായ കോൺഫിഡൻസ് കാണിക്കുന്നത് പോലീസിനെ പോലും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സെബാസ്റ്റ്യന്റെ ചങ്ങംതറ വീട്ടിൽ തിരച്ചിൽ നടത്തിയത് കനത്ത പോലീസ് കാവലിലാണ്. 2 ദിവസമായി പൂർണ്ണമായും വീടും പരിസരവും പോലീസ് കാവലിൽ തന്നെ. ആലപ്പുഴ AR ക്യാമ്പിൽ നിന്നുള്ള സായുധ സേനയടക്കം കാവലിനുണ്ട്. കെടാവൂർ നായ ഏഞ്ചലാണ് കൊന്ത കണ്ടെത്തിയത്. കുളത്തിൽ നിന്നാണ് ലേഡീസ് ബാഗും കണ്ടെടുത്തത്. കിടപ്പുമുറിയിലെ ഗ്രാനൈറ്റിനുള്ളിൽ ഒന്നുമില്ല. തറ കുഴിച്ച് 4 അടി താഴ്ചയിൽ പരിശോധന നടത്തിയിരുന്നു. തെളിവെടുപ്പിനിടെ വീടിനുള്ളിൽ സെബാസ്റ്റ്യൻ പുച്ഛഭാവത്തിലായിരുന്നു നിന്നത്. വീട്ടുവളപ്പിൽ പലയിടത്തുമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചും കാട് വെട്ടിത്തെളിച്ചും തിരച്ചിൽ നടത്തി. ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ചാനലിന്റെ ഡ്രോൺ പോലീസ് പിടിച്ചെടുത്തു. വീട്ടിലേക്കും പരിസരങ്ങളിലേക്കുമുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞായിരുന്നു പരിശോധന. വീട്ടുവളപ്പിലും കുളങ്ങളിലും സെപ്റ്റിക് ടാങ്കിൽ പോലും പരിശോധന നടത്തി. കിണറും വിട്ടില്ല. വൈകിട്ടോടെ വീട്ടിൽ പ്രത്യേക പണിക്കാരെ എത്തിച്ച മാർബിൾ നീക്കി തറ പൊളിച്ചും ഓടിളക്കി മച്ചിനുള്ളിൽ കയറിയും തിരച്ചിൽ നടത്തി. സെബാസ്റ്റ്യന്റെ വീട്ടിൽ തിരച്ചിൽ വിവരമറിഞ്ഞ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി. പോലീസ് നിയന്ത്രണത്തിനിടയിലും കാടും പടലും താണ്ടിയും വീടിന്റെ 4 ഭാഗത്തും കയറാവുന്ന ഇടങ്ങളിലെല്ലാം കയറിയുമായിരുന്നു അപൂർവ കാഴ്ച നാട്ടുകാർ കണ്ടത്. ഓരോ സമയത്തും പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം സത്യമാണോ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ നാട്. കാണാതായ 3 സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന ഉറപ്പിൽ തന്നെയാണ് നാട്ടുകാർ. ഇവരുടെ ശരീരാവശിഷ്ടങ്ങളും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും അത്രയും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു സെബാസ്റ്റ്യന്റെ വീട് എന്നുമാണ് അയൽവാസികൾ പറയുന്നത്. രാത്രി 7:30 തിരച്ചിൽ അവസാനിക്കും വരെ ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. പോലീസിന്റെ സഹായത്തിനായി വീട്ടിലെത്തിയ ജനപ്രതിനിധികളോടടക്കം കുശലം പറഞ്ഞ് കൂളായാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിനൊപ്പം നിന്നത്. തിരച്ചിൽ നടക്കുമ്പോഴും വീട്ടിൽ 3 ക്രൈംബ്രാഞ്ച് സംഘങ്ങളും സെബാസ്റ്റ്യനെ മാറി മാറി ചോദ്യം ചെയ്തതായും വിവരമുണ്ട്. 2018 ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവർ മനോജിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. എന്നാൽ സെബാസ്റ്റ്യൻ സ്ത്രീകളെ മാത്രമേ ഉന്നം വച്ചിരുന്നുള്ളൂ എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. സെബാസ്റ്റ്യന്റെ ഭാര്യയെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ചേർത്തലയിലെ ഈ നിഗൂഢ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തികളിലായി 3 കുളങ്ങളും കിണറുകളുമുണ്ട്. കടാവറും മണ്ണുമാന്തി യന്ത്രങ്ങളും എത്തിച്ചു നടത്തുന്ന പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൂട കഷ്ണങ്ങളും തലയോട്ടിയും തുടയെല്ലും ക്ലിപ്പിട്ട പല്ലിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം വിശദ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം വരുമ്പോൾ ആയിരിക്കാം ക്രൂരവും നിഗൂഢവുമായ പല കൊലകളുടെയും കഥകൾ പുറത്തുവരുന്നത്.